4 വയസ്സുള്ളൊരു കുട്ടിയാണ് LKG പോകുന്നതെങ്കിൽ അത്യാവശ്യം പക്ഷേ ആ കുട്ടിയുടെ ബിഹേവിയർ ചാലഞ്ച് കാരണം ആ കുട്ടിയുടെ ഫ്യൂച്ചറിനെയാണ് അത് ബാധിക്കുന്നത്. ആ കുട്ടിയുടെ ഇയറാണ് അവിടെ പോകുന്നത്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ നീഡ് കുട്ടികൾ മാത്രമുള്ളതല്ല ഈ പ്രോഗ്രാം. വളരെ ന്യൂറോ ടിപ്പിക്കലായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന കുട്ടികൾക്ക് സ്കൂൾ റെഡിനെസ് പ്രോഗ്രാമിന് എൻ്റെ കുട്ടീനെ വിടണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനുള്ള പേരന്റ് എങ്ങനെ അത് തിരിച്ചറിയും? ഹായ് ഓൾ, വെൽക്കം ടു ഫൈൻഡിങ് ഇക്കിഗായ്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന ജോൺട്രയിൽ പലതരത്തിലുള്ള പ്രോഗ്രാംസ് പ്രൊജക്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന ഡോക്ടർ ബീമ ക്ലിനിക്കിനെ കുറിച്ച് നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും. ഡോക്ടർ ബീമ ക്ലിനിക്ക് ഇപ്പോൾ വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് വരികയാണ്. അതായത് പലതരത്തിലുള്ള ബിഹേവിയറൽ പ്രോബ്ലംസ് നമ്മുടെയൊക്കെ കുട്ടികൾ കാണിക്കുമ്പോൾ പേരൻസിന് ഭയങ്കര ടെൻഷനാണ്. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അടങ്ങിയിരിക്കുമോ, അവിടുത്തെ എൻവയോൺമെൻറ്റിലൊക്കെ സക്സസ്ഫുൾ ആവുമോ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടി സ്കൂളിൽ പോകാറായോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരിക്കും പലർക്കും. അപ്പോൾ വളരെ തോട്ട്ഫുൾ ആയിട്ട് സ്കൂൾ റെഡിനെസ് പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യത്തെ IBAO അപ്രൂവ്ഡ് കോണ്ടന്റ് പ്രൊവൈഡറായ ഡോക്ടർ ബീമ ക്ലിനിക്കിൻ്റെ ചീഫ് കൺസൾട്ടൻറ്റും ഫൗണ്ടറുമായ ഡോക്ടർ ബീമ ഷാജിയാണ് നമുക്കൊപ്പം ഉള്ളത്. കേരളത്തിലെ തന്നെ വളരെ ലീഡിംഗ് ആയിട്ടുള്ള ബിഹേവിയറൽ അനലിസ്റ്റും കൂടിയാണ്, ഒപ്പം തന്നെ ആയുർവേദിക് ഡോക്ടറാണ്. ഡോക്ടർ ബീമയെ നമുക്ക് നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ഡോക്ടർ, വെൽക്കം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാം വെൽക്കം. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ ബീമ ക്ലിനിക് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ കണ്ടിട്ടുള്ളൊരു പേരാണ്. അപ്പോൾ പലതരത്തിലുള്ള ബിഹേവിയറൽ പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്കൊക്കെ വളരെ കൃത്യമായിട്ടുള്ള തെറാപ്പിക് സെഷൻസും റെമഡീസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്കൂൾ റെഡിനെസ് പ്രോഗ്രാം അത് ഭയങ്കര വെറൈറ്റിയാണ്. നമ്മൾ പലതരത്തിലുള്ള പ്രോഗ്രാംസ് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു? ഓക്കെ, ഈ ജൂണിൽ ഇപ്പോൾ ഇന്ത്യൻ കൾച്ചർ ആണെങ്കിൽ ഒരു ജൂണിൽ, അതായത് സമർ വെക്കേഷൻ കഴിഞ്ഞിട്ട് കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങും. ജൂൺ ഒരു മിഡൊക്കെ ആകുമ്പോൾ നമ്മുടെ പുതിയ എൻറോളിങ് ഓഫ് ന്യൂ അഡ്മിഷൻസ് വരും. അതായത് LKG പ്രീ സ്കൂളിലൊക്കെ കുഞ്ഞു മക്കളെ നമ്മൾ സ്കൂളിലേക്ക് വിടുമ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടും പുതിയ ബാഗ്, പുതിയ ഷൂസ്, പുതിയ യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് അവർ പുതിയ സ്കൂളിലേക്ക് പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ശതമാനം കുട്ടികൾക്കെങ്കിലും കുറച്ച് ആൻസൈറ്റി ഇഷ്യൂസ്, ബിഹേവിയറൽ ഇഷ്യൂസ്, ബാരിയേഴ്സ് ആയിട്ട് വരുന്നതായിട്ട് കാണാറുണ്ട്. അത് നമുക്ക് ആ ഒരു ചലഞ്ച് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ബീമ ക്ലിനിക് ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഒരു ന്യൂ പ്രോഗ്രാം, അതായത് നമ്മുടെ സൊസൈറ്റിയിലെ കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളൊരു വിഷനിലാണ് ഒരു ന്യൂ പ്രോഗ്രാം, സ്കൂൾ റെഡിനെസ് പ്രോഗ്രാം നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് ലോഞ്ച് ചെയ്യുന്നത് ഈ ഏപ്രിൽ മന്തിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഏജ് അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഏജ് ഉണ്ടോ കുട്ടിക്ക് ജോയിൻ ചെയ്യാനായിട്ട്? ഉണ്ട്. ഒരു 3 to 6 ഇയേഴ്സിലാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ കുട്ടികൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഇടയിലെ കുട്ടികൾ, അതായത് ന്യൂറോ ഡൈവേർജൻ്റ് ആയിട്ടുള്ള കുട്ടികൾ, കുറച്ച് ചെറിയ ബിഹേവിയറൽ ചാലഞ്ചസ്, വേറെ എല്ലാം ഓക്കെ ആയിരിക്കും, ചെറിയ ഇപ്പോൾ ഇരിക്കാൻ, ഇപ്പോൾ നേരത്തെ സ്റ്റിന് പറഞ്ഞതുപോലെ അടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇറങ്ങുമ്പം ഷൈനെസ്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സംസാരക്കുറവ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു മറ്റ് കുട്ടികളോട് ഇടപഴകാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മറ്റു കുട്ടികളെ ഉപദ്രവിക്കുക, അങ്ങനത്തെ കുറച്ച് ബിഹേവിയറൽ ചാലഞ്ചസ് ഇപ്പോൾ കുട്ടികളിൽ വളരെ കൂടുതലാണ്. ബിക്കോസ് അവർ വളർന്നു വരുന്ന എൻവയൺമെൻറ്റ് അങ്ങനെയാണ്. അവർക്ക് എല്ലാ വീടും ന്യൂക്ലിയർ ഫാമിലിയാണ്, മേ ബി ഒരു സിംഗിൾ ചൈൽഡ് ആയിരിക്കും, അപ്പോൾ ഓവർലി പാമ്പേർഡ് ചൈൽഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പം അവർക്ക് ഷെയറിങ് ബുദ്ധിമുട്ടുണ്ടാവും, സോഷ്യലൈസേഷൻ ബുദ്ധിമുട്ടുണ്ടാവും. ബിക്കോസ് അവർ ഒരു ലോൺലി ഐസൊലേറ്റഡ് സെറ്റിങ്ങിൽ നിന്ന് ഒരു വാസ്റ്റ് എൻവയൺമെൻറ്റിലേക്ക് വരിക. അതൊരു സോഷ്യൽ സെറ്റിങ്ങാണ്. സ്കൂളെന്ന് പറഞ്ഞാൽ അക്കാഡമിക്സ് മാത്രമല്ല, കുട്ടികളുടെ കുറേ സ്കിൽസ് അവിടെ ഡെവലപ്പ് ചെയ്യും, അതോടൊപ്പം തന്നെ കുറേ സ്കിൽസ് യൂസ് ചെയ്യേണ്ടതും കൂടെ സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തിലേക്ക്, അതായത് ഒരു നോർമൽ അവരുടെ ഒരു വീട് എൻവയൺമെൻറ്റിൽ നിന്ന് ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ, ഒരു സോഷ്യൽ എൻവയൺമെൻറ്റിലേക്ക് നമ്മൾ ട്രാൻസിഷനാണ് കൊടുക്കണേ. ആ ട്രാൻസിഷനിൽ ചില കുട്ടികൾക്ക്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചലഞ്ചസ്, ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ, അതുപോലെ സംസാരത്തിലൊക്കെ ചലഞ്ചസ് ഉള്ള കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന്, ശരിക്കും ഇതൊരു ബ്രിഡ്ജിങ് പ്രോഗ്രാമാണ്. അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന് നമ്മുടെ സ്കൂൾ എൻവയൺമെൻറ്റിലേക്ക് അവരെ ഓക്കെ ആക്കുക, എന്നുവെച്ചാൽ ആ ഒരു ട്രാൻസിഷൻ ഈസ് ആക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലൂടെയാണ് നമ്മൾ സ്കൂൾ റെഡിനെസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോമൺ ആയിട്ട് നിങ്ങൾ കാണുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ കുട്ടികളുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. റെഡിനെസ്സിന് റെഡി ആണോ അല്ലയോ എന്നുള്ളതാണ് മെയിൻ കൺസേൺ. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചലഞ്ചസ് എന്തൊക്കെയാണ്? ഓക്കെ, ഇപ്പോൾ ഒരു ഇന്ത്യൻ ഒരു ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ചിട്ട് ഒരു 4 വയസ്സിലാണ് ഒരു LKG കുട്ടി വരുന്നത്. അപ്പോൾ അതിനു മുൻപ് കുട്ടികൾക്ക് പ്രീ റിക്വസറ്റ് ആയിട്ട് കുട്ടികൾ അച്ചീവ് ചെയ്യേണ്ട കുറേ സ്കിൽസ് ഉണ്ട്. അതായത് അത്യാവശ്യം സംസാരിക്കണം, ആ കുട്ടികൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ
ചെയ്യാൻ പറ്റണം. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം. റെസ്പോൺസ് എപ്പോഴും 2 ടൈപ്പാണ്. റിസപ്റ്റീവ് റെസ്പോൺസ് ഉണ്ട്, അതുപോലെ എക്സ്പ്രസീവ് റെസ്പോൺസ് ഉണ്ട്. റിസപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടീച്ചർ ഒരു ഇൻസ്ട്രക്ഷൻ ഗ്രൂപ്പിൽ കൊടുക്കുകയാണ്, മക്കളെ അവിടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കി ആ ഒരു ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ കുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ് ഇതെന്താണ് എന്ന് ചോദിക്കുമ്പം അത് വെർബലി റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ ഈ കുട്ടികൾക്ക് റെസ്പോൺസ് ഇപ്പോൾ എക്സ്പ്രസീവ് ആൻഡ് റിസപ്റ്റീവിൽ ചാലഞ്ചസ് ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യാം. അതോടൊപ്പം തന്നെ മിക്ക കുട്ടികൾക്കും ഇപ്പോൾ അവരുടെ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സൊക്കെ അനുസരിച്ചിട്ട് മിക്ക കുട്ടികളും നിങ്ങൾക്ക് അറിയായിരിക്കും ഹൈപ്പർ ആക്റ്റീവാണ്, റെസ്റ്റ്ലെസ്സും ആണ്. അങ്ങനെ വരുമ്പം ആ കുട്ടികൾക്ക് ക്ലാസ്സിൽ ഒരു 45 മിനിറ്റ്സ് അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. പിന്നെ ചില കുട്ടികൾക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഐസൊലേറ്റഡ് സെറ്റിങ്ങിൽ നിന്ന് ഒരു സോഷ്യൽ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള സെറ്റിങ്ങിൽ വരുമ്പോൾ അവർക്ക് ഭയങ്കര ആൻസൈറ്റി വരാറുണ്ട്. പിന്നെ നമ്മൾ കാണുന്നതാണ് പേരൻസിൽ നിന്ന് പിരിഞ്ഞ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി കുട്ടികൾക്ക് വരാറുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ സെൽഫ് ഹെൽപ്പ് സ്കിൽസ്, അതായത് സെൽഫായിട്ട് ഫീഡിങ് സ്കില്ല്, അതുപോലെ ചില കുട്ടികൾക്ക് ഇപ്പം ടോയ്ലറ്റ് ട്രെയിൻഡ് ആയിരിക്കില്ല. പിന്നെ അതുപോലെ ഇപ്പം ചില കുട്ടികൾക്ക് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല അവരുടെ നീഡ്സ് എന്തൊക്കെയാണ്. അതുപോലെ ഫൈൻ മോട്ടർ ഡിഫിക്കൽട്ടീസ്, ഇപ്പം കറക്റ്റായിട്ട് പെൻസിൽ പിടിച്ച് എഴുതാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഒരു അക്കാഡമിക് അറ്റ്ലീസ്റ്റ് ഒരു AB അങ്ങനെ ഐഡൻറ്റിഫൈ, അല്ലെങ്കിൽ നമ്പേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ, ഇതെല്ലാം നമ്മളൊരു പ്രീ റിക്വസിറ്റ് സ്കില്ലായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഒരു 4 വയസ്സിലൊരു കുട്ടി ചേർക്കാൻ പോകുമ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം എന്നല്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഒരു പെൻസിൽ പിടിക്കാനുള്ള ഗ്രിപ്പ് ഉണ്ടോ എന്ന് നോക്കുക, അത്യാവശ്യം ടീച്ചറിനെ ഐ കോണ്ടാക്റ്റ് കൊടുത്ത് ഒരു 10-15 മിനിറ്റ്സ് എങ്കിലും ഒന്ന് അടങ്ങിയിരുന്ന് ടീച്ചറിനെ ശ്രദ്ധിക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെയൊക്കെ ഒരു സ്കിൽസ്. അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പായിട്ട് അവരുടെ ഫ്രണ്ട്സായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം അവർക്ക് നന്നായിട്ട് കോപ്പറേറ്റീവ് പ്ലേ ചെയ്യാൻ പറ്റുമോ, ഷെയറിങ് ചെയ്യാൻ പറ്റുമോ, ടേണിന് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കും. അവർ വേറെ ആളുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം ചിലപ്പോൾ ഇവരായിരിക്കും പറയുക. പിന്നെ ക്ലാസ്സിലും എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ടീച്ചർ എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ഉണ്ടാവും കുട്ടികൾക്ക്. അതുപോലെ ടീച്ചർ ഇപ്പം ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താലും അത് മിക്ക കുട്ടികളും, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഓവർലി പാമ്പേർഡ് ചൈൽഡ് ആകുമ്പം മിക്ക കുട്ടികൾക്ക് ഇപ്പം ഞാൻ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിലൊക്കെ മിക്ക കുട്ടികളിലും വരുന്ന ട്രെൻഡാണ്. എസ്പെഷ്യലി സിംഗിൾ ചിൽഡ്രൻ ഒക്കെ ആയിട്ട് വളർന്നു വരുന്ന കുട്ടികൾക്ക് ആരും പറയുന്ന ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാൻ താല്പര്യമില്ല. അവർക്ക് അവരുടെ താല്പര്യത്തിന് നിൽക്കണം. പക്ഷെ സ്കൂളെന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല. സ്കൂളിൽ ഒരു ലോട്ട് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് ആ കുട്ടി ഫോളോ ചെയ്തിട്ടുണ്ടാവണം. അപ്പോഴൊക്കെയാണ് ചാലഞ്ചസ് വരുന്നത്. ഇപ്പോൾ പല പ്രശ്നങ്ങളുള്ള കുട്ടികളിൽ മെയിനായിട്ട് കാണുന്നതാണ് ഓവർലി പാമ്പേർഡ് ആയിട്ടുള്ള കുട്ടികൾ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് സ്കൂൾ റെഡിനെസ് പ്രോഗ്രാം ഉപയോഗപ്രദമാവുന്നത്? ഓവർലി പാമ്പേർഡ് കുട്ടികൾക്ക് മിക്കപ്പോഴും വളരെ സ്റ്റബേണും അഡമൻറ്റും ബിഹേവിയർ ആയിരിക്കും. അവർക്ക് നോ ആക്സെപ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ അവർക്ക് ഓരോ ഡിമാൻഡ്സോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് കൊടുക്കുന്ന ഓരോ കമാൻഡ്സൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഇപ്പം പിയർ ഗ്രൂപ്പൊക്കെ വരുമല്ലോ, കുറേ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കുട്ടികൾ ക്ലാസ്സിൽ കുറേ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ കുട്ടികളൊക്കെ വരുമ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന ഓരോ സാധനങ്ങൾ ഈ കുട്ടികൾക്ക് ചിലപ്പോൾ വേണമെന്ന് തോന്നാം. അപ്പോൾ ആ കുട്ടികൾ മറ്റു കുട്ടികൾ കൊടുത്തില്ലെങ്കിൽ അതിന് വാശിയാകാം. അപ്പോൾ അങ്ങനെ ഒരു കോപ്പറേറ്റീവ് പ്ലേയോ അല്ലെങ്കിൽ ഷെയറിങ്ങും അതൊക്കെ ഈ മക്കൾക്ക് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. അതുപോലെ ടീച്ചേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, ഓരോ ഇയർ ചെല്ലും തോറും കുട്ടികളുടെ ഹൈപ്പർ ആക്ടിവിറ്റിയും റെസ്റ്റ്ലെസ് ബിഹേവിയറും കൂടി വരികയാണെന്നുള്ളത്. അതും ഈ ഒരു പ്രീ സ്കൂൾ ടീച്ചേഴ്സിന് അല്ലെങ്കിൽ ഏർലി ലേണിംഗ് ഇയേഴ്സിലുള്ള ടീച്ചേഴ്സിന് വലിയ ചലഞ്ചാണ്. ഇതെല്ലാം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ബീമ ക്ലിനിക് ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഈ ഒരു പ്രോഗ്രാം, സ്കൂൾ റെഡിനെസ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നത്? ഇപ്പോൾ തെറാപ്പിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വൈസ് ആണോ? എന്താണ് നിങ്ങളത് ചെയ്യുന്നത്? എന്തൊക്കെ തരത്തിലുള്ള ഇൻ്റർവെൻഷൻസ് ആണ്? ഇത് കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. ഇപ്പോൾ ഈ ഓരോ കുട്ടികളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഹേവിയർ ചാലഞ്ചസ് ആയിക്കോട്ടെ, സോഷ്യൽ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ചാലഞ്ചസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് സ്കിൽസ്, കുട്ടികൾക്ക് കുട്ടികളുടെ കാര്യങ്ങൾ തന്നെ സ്വന്തം ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, മിക്ക കുട്ടികളും സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ പല സാധനങ്ങളും മറന്നു വയ്ക്കുന്നു. ബിക്കോസ് അവരുടെ കാര്യങ്ങളിൽ അത്രയും ഓർത്ത് വെച്ച് ചെയ്യുന്നില്ല. ഇങ്ങനത്തെയൊക്കെ ഓരോ കാര്യങ്ങളെന്ന് വെച്ചാൽ അവരുടെ കൊഗ്നേറ്റീവ്, ഇമോഷണൽ, അതുപോലെ സോഷ്യൽ, വെർബൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെൻസിൽ പിടിക്കാൻ പറ്റാത്ത അവസ്ഥ, അതൊക്കെ ഒരു ഫൈൻ മോട്ടർ സ്കിൽ. ഇതിലെല്ലാം ഒരു ഇമ്പയർമെൻറ്റ് വരുമ്പോഴാണ് കുട്ടികൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ന്യൂറോട്ടിപ്പിക്കൽ കുട്ടികൾ ബിഹേവ് ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്യാൻ
ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു 360 എന്ന് പറഞ്ഞ പോലെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്കിൽ ഡെവലപ്മെൻറ്റാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഈ ഒരു ബാരിയേഴ്സ് അത് ക്രോസ് ചെയ്യാൻ പറ്റുകയും അവരുടെ ഒരു നോർമൽ സ്കൂൾ എൻവയൺമെൻറ്റ് മച്ച് ബെറ്ററായിട്ട് എൻജോയ് ചെയ്ത് അവരുടെ ഒരു പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്ത് കൊടുക്കാനും നമുക്ക് സഹായിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം മുന്നോട്ട് വയ്ക്കുമ്പോൾ പേരൻസിനുള്ള മെയിൻ കൺസേൺ ഇതിൻ്റെ ടീം എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്ന് അവർ വിചാരിക്കുമല്ലോ. അപ്പോൾ ആരാണ് ഈ ഒരു ടീമിനെ ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് തരത്തിലൊരു എക്സ്പെർട്ടീസ് ആണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? ഓക്കെ, മൈസെൽഫ് ആണ്. ഞാനൊരു ഇൻ്റർനാഷണൽ ബിഹേവിയർ ആനലിസ്റ്റും അതുപോലെ ബോർഡ് സർട്ടിഫൈഡ് ബിഹേവിയർ ആനലിസ്റ്റാണ്. ഏർലി ഇൻ്റർവെൻഷൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ആളാണ്. നമ്മുടെ ടീമിൽ ഇൻ്റർനാഷണൽ ബിഹേവിയർ തെറാപ്പിസ്റ്റ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഇതെല്ലാവരും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ടീമാണ് നമ്മുടെ ഡോക്ടർ ബീമ ക്ലിനിക് ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കൂൾ റെഡിനെസ് പ്രോഗ്രാമിൽ ഇൻക്ലൂസീവായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓ, ഐ സി. അപ്പോൾ ഇപ്പോൾ ഒരു പേരൻറ്റ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക, അപ്പോൾ പലതരത്തിലുള്ള ബിഹേവിയറൽ പ്രോബ്ലംസ് ആ കുട്ടിക്ക് ഉണ്ട് എങ്കിൽ തന്നെ സ്കൂൾ റെഡിനെസ് പ്രോഗ്രാമിന് എൻ്റെ കുട്ടീനെ വിടണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനുള്ള പേരൻറ്റ് എങ്ങനെ അത് തിരിച്ചറിയും? ഈ സിംറ്റംസ് എന്താണ് കറക്റ്റ് ഒരു പേരൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നോക്കേണ്ടത്? അതായത് ഇത്ര കാര്യമുള്ളൂ. ഇപ്പോൾ ഒരു 4 വയസ്സുള്ള ഒരു കുട്ടി സ്കൂളിൽ പോകാൻ പ്രിപ്പയർഡ് ആണോ എന്ന് മാത്രമാണ് ഒരു പാരൻറ്റ് നോക്കേണ്ടത്. അത്യാവശ്യം ആ കുട്ടിക്ക് ഒരു 10 to 15 മിനിറ്റ്സ് ഒന്ന് അടങ്ങിയിരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രീ സ്കൂളിലൊക്കെ പോയിട്ടുള്ള കുട്ടികളാവാം, അല്ലെങ്കിൽ നഴ്സറി അംഗനവാടിയിലൊക്കെ പോയിട്ടുള്ള കുട്ടികളാവാം. അപ്പോൾ അവിടെ അത്യാവശ്യം ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? അത്യാവശ്യം പെൻസിലൊക്കെ പിടിച്ച് ഒരു ലെറ്ററോ 2 ലെറ്ററൊക്കെ എഴുതാൻ പറ്റുന്നുണ്ടോ? അതുപോലെ മെമ്മറൈസ് ചെയ്തിരിക്കുന്നുണ്ടോ? മറ്റു കുട്ടികളായിട്ട് സഹകരിച്ച് കളിക്കാൻ പറ്റുന്നുണ്ടോ? ഉച്ചയ്ക്ക് സെൽഫായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബിക്കോസ് ലോങ് അവേഴ്സാണ്. ഇപ്പം നഴ്സറി പോലെയല്ല. ഇനിയിപ്പോൾ അവരുടെ ഒരു സ്കൂൾ അവേഴ്സ് എന്ന് പറഞ്ഞാൽ 9 to 4 ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 8 to 3 ഒക്കെ ആയിരിക്കും. ലോങ് അവേഴ്സാണ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ന്യൂട്രീഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഭയങ്കര ചൂടാണ്, അപ്പോൾ അവരുടെ ഇലക്ട്രോലൈറ്റ്സ് എല്ലാം അഫക്റ്റഡ് ആവും. നന്നായിട്ട് ജ്യൂസ് അല്ലെങ്കിൽ അത് ഫുഡും അതുപോലെ വാട്ടറൊക്കെ ഇൻടേക്ക് കറക്റ്റായിട്ട് എടുത്തിട്ടില്ല എങ്കിൽ അപ്പോൾ അതെല്ലാം സെൽഫ് ഫീഡിങ് സ്കിൽസ് ഉണ്ടോ? അതുപോലെ അവർക്ക് ടോയ്ലറ്റ് റെസ്റ്റ് റൂമൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വിടുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ ഇപ്പോൾ സ്കൂളിൽ ടീച്ചേഴ്സ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി ഓരോന്നും ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത്യാവശ്യം കളേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ കളറിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മറ്റു കുട്ടികളായിട്ട് സഹകരിച്ച് കളിക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ആ ഒരു സ്കില്ലിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ പല കുട്ടികൾക്കും പല പ്രശ്നമായിരിക്കുമല്ലോ. അപ്പോൾ ഒരു പേരൻറ്റ് വന്നിട്ട് ഇത് നോക്കുമ്പോൾ അത് നിങ്ങൾ പേഴ്സണലൈസ് ചെയ്യുന്നുണ്ടോ ഓരോ കുട്ടികൾക്കും ഈ പ്രോഗ്രാം? കാരണം പല പ്രശ്നങ്ങളല്ലേ കുട്ടികൾക്ക്. അതെ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ സ്കില്ലിലുള്ള ഡെഫിസിറ്റ്സിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങളാണ് ഓരോ സിംറ്റംസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷനിലാണ് ഡെഫിസിറ്റ് എങ്കിൽ ആ കുട്ടിക്ക് കറക്റ്റായിട്ട് വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 4 വയസ്സുള്ള ഒരു കുട്ടി ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് നറേറ്റീവായിട്ട് നന്നായി സംസാരിക്കും. അപ്പം അങ്ങനെ സംസാരിക്കാനായിട്ട് സാധിക്കില്ല. ആ ഒരു സമയത്ത് ഇപ്പോൾ പേരൻറ്റിന് മനസ്സിലാവുമല്ലോ, ഓക്കെ 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ അത്രയും എൻ്റെ മോനോ അല്ലെങ്കിൽ മോൾക്കോ സംസാരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ പേരൻസിന് അറിയണ്ടാവുമല്ലോ, ഓക്കെ എൻ്റെ കുട്ടി അത്രയും അടങ്ങിയിരിക്കുന്നില്ല, അപ്പോൾ ഈ കുട്ടി സ്കൂളിൽ പോയാൽ പ്രശ്നമാവുമോ? ബിക്കോസ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ്, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ഇവൻ വളരെ ന്യൂറോട്ടിപ്പിക്കലായിട്ട് നോർമൽ ഡെവലപ്മെൻ്റ് ഉള്ള കുട്ടികൾക്കും ചില ബിഹേവിയറൽ ചാലഞ്ചസ് കാരണം ഒരു നോർമൽ സ്കൂള് അവർക്ക് എൻജോയ് ചെയ്യാനും അതിൽ ആ ഒരു സ്കൂളിലേക്ക് എൻറോൾ ചെയ്യാനും സാധിക്കുന്നില്ല. അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് എനിക്ക് റൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ബീമ ക്ലിനിക് ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഈ സ്കൂൾ റെഡിനെസ് പ്രോഗ്രാമിലേക്ക് വന്നത്. ബിക്കോസ് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ കുറേ മക്കൾ എങ്കിലും സ്കൂളിൽ പോകാൻ പറ്റാതെ ഇരിക്കുന്നുണ്ട്. അതായത് അവർക്ക് ചിലപ്പോൾ സംസാരം കുറവായതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ബിഹേവിയറൽ ഇഷ്യൂസ് കാരണമായിരിക്കാം, ടീച്ചേഴ്സിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് കഴിയുമ്പം ടീച്ചേഴ്സ് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങും. അതായത് ടീച്ചേഴ്സിൻ്റെ പ്രശ്നമല്ല, 10-30 കുട്ടികളുള്ള സ്കൂളിൽ ഒരു കുട്ടി വളരെ ഹൈപ്പർ ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ കാണിക്കുന്നു, അല്ലെങ്കിൽ മറ്റു കുട്ടികൾ ഉപദ്രവിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പം ആ ടീച്ചേഴ്സിനും ഈ കുട്ടീനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ സേഫ്റ്റി ഹസാർഡ്സും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം മുൻനിർത്തി അവർ പറയും, എനിക്ക് നിങ്ങളുടെ കുട്ടീനെ ഈ സ്കൂളിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ചിലപ്പോൾ അവൻ അല്ലെങ്കിൽ അവളോ നന്നായി പഠിക്കുന്ന കുട്ടിയായിരിക്കാം,
നന്നായി പഠിക്കാൻ കഴിവുള്ള കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ വേറെ മേഖലയിൽ എക്സൽ ചെയ്യാൻ കഴിവുള്ള കുട്ടിയായിരിക്കാം. പക്ഷെ ആ കുട്ടിയുടെ ബിഹേവിയർ ചാലഞ്ച് കാരണം ആ കുട്ടിയുടെ ഫ്യൂച്ചറിനെയാണ് അത് ബാധിക്കുന്നത്. ആ കുട്ടിയുടെ ഇയർ ആണ് അവിടെ പോകുന്നത്. സോ അതാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഡോക്ടർ ഭീമ ക്ലിനിക് ഫോർ ചൈൽഡ് ഡെവലപ്മെന്റ് അഡ്രസ്സ് ചെയ്യുന്നത് അങ്ങനത്തെ കുട്ടികളെയാണ്. അതായത് വേറെ നോർമലി ഇപ്പോൾ ഒരു സ്പെഷ്യൽ നീഡ് കുട്ടികൾ മാത്രമുള്ളതല്ല ഈ പ്രോഗ്രാം. വളരെ ന്യൂറോ ടിപ്പിക്കലായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന കുട്ടികൾക്ക് ഈ ബിഹേവിയർ ചാലഞ്ചസോ അല്ലെങ്കിൽ സോഷ്യൽ ചാലഞ്ചസോ അല്ലെങ്കിൽ സംസാരക്കുറവോ അല്ലെങ്കിൽ അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ ഓരോ ചാലഞ്ചസ് വരുമ്പം അത് നമുക്ക് കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്ത് ആ കുട്ടീനെ എങ്ങനെ ഒരു നോർമൽ സ്കൂളിൽ ഇൻക്ലൂസീവ് ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് ഒരു നോർമൽ മെയിൻ സ്ട്രീം സ്കൂളിൽ എൻറോൾ ചെയ്യാം. അതോടൊപ്പം തന്നെ ടീച്ചേഴ്സ് ഇപ്പം ആ ടീച്ചേഴ്സിനും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വിടാം. അതാണ് ഒരു പ്രിപ്പറേറ്ററി പ്രോഗ്രാമാണ്. ഒരു ട്രാൻസിഷൻ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ബ്രിഡ്ജ് ചെയ്യാണ്. ആ ഒരു ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സ്കൂൾ റെഡിനെസ് പ്രോഗ്രാം. വി ആർ ജസ്റ്റ് ഫില്ലിംഗ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ എ ചൈൽഡ് ടു ദ നോർമൽ ഫോർമൽ എഡ്യൂക്കേഷൻ. പേരൻസിന് ഒരു വലിയ റിലീഫാണ് ഞാൻ കേട്ടെടുത്തോളം. ഉറപ്പായിട്ടും ഇഫ് യു ക്യാൻ ഡു ഇറ്റ് ഫോർ യുവർ ചൈൽഡ് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ് യു ക്യാൻ ഡു. ബിക്കോസ് ഇങ്ങനത്തെ ചാലഞ്ചസ് ഉള്ള കുട്ടികൾ സ്കൂളിൽ പോകുമ്പം ചില പേരൻസ് പറയും ഓ അത് സ്കൂളിൽ പോകുമ്പോൾ ശരിയാവുന്നു. പക്ഷേ മിക്ക കുട്ടികളും പിന്നെ തിരിച്ച് നമ്മുടെ തെറാപ്പി ക്ലിനിക്കിലേക്ക് വരികയാണ്. ഇത് ശരിയായിട്ടില്ല, പേരൻസ് കംപ്ലൈൻറ്റ്സ്, അവർ കരച്ചിൽ, സ്കൂളിൽ ചേർക്കാൻ പറ്റുന്നില്ല, എല്ലാ ദിവസവും ടീച്ചേഴ്സ് വിളിച്ചിട്ട് കംപ്ലൈൻറ്റ് പറയാണ് ഡോക്ടറെ ഞങ്ങൾക്കൊരു സമാധാനം ഇല്ല. സ്കൂളിൽ വിടുന്ന തന്നെ പേരൻസിന് വലിയ ടെൻഷനാണ്. കുട്ടീനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് എപ്പോഴാണോ കോള് വരുന്നതെന്ന് ഓർത്തിരിക്കുന്ന പേരൻസ് ഉണ്ട്. അങ്ങനത്തെ പേരൻസിനെ അഡ്രസ്സ് ചെയ്താണ് ഞാൻ ഈ 3-4 ഇയേഴ്സ് ഇവിടെ കേരളത്തിൽ ഒപ്പിയിലിരുന്നത്. അപ്പൊ എനിക്കത് മാറ്റണ്ടേ? വി ഹാവ് ടു ഡു ദ സ്റ്റെപ്പ്. അതുകൊണ്ടാണ് ഡോക്ടർ ഭീമ ക്ലിനിക് ഫോർ ചൈൽഡ് ഡെവലപ്മെന്റ് ഈ ഒരു സമ്മർ വെക്കേഷൻ ഇങ്ങനെ യൂസ് ചെയ്ത് ഞങ്ങളുടെ ടീം അതിന് കുട്ടികളെ പ്രിപ്പയർ ചെയ്ത് വെൽ സെറ്റിലാക്കി സ്കൂളിലേക്ക് വിടും എന്നുള്ളൊരു വിഷനിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത്. ശരിയാണ്, വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേറ്റ് വിഷൻ തന്നെ പറയാം. അപ്പോൾ സമ്മർ വെക്കേഷൻ എന്നുള്ള ഒരു ടേം യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കേണ്ടത് സമ്മർ വെക്കേഷന് മാത്രം ഉള്ള ഒരു പ്രോഗ്രാം ആണോ അതോ എങ്ങനെയാണ് നിങ്ങളിത് ചാർട്ട് ചെയ്തിരിക്കുന്നത്? ഇപ്പം നമ്മൾ കറൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏപ്രിലിൽ ഒരു 2 months പ്രോഗ്രാം ആയിട്ടാണ്. മീൻ വൈൽ ഈ ഒരു ഫസ്റ്റ് തന്നെ നമ്മൾ കുട്ടികളെ സ്ക്രീൻ ചെയ്യും. എന്താണ് കുട്ടികളുടെ പ്രശ്നം, കുട്ടികൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? ചില പേരൻസ് ഓവർ പ്രൊട്ടക്റ്റീവ് എന്നൊക്കെ പറയുന്ന പോലെ പ്രശ്നമില്ലെങ്കിലും കൊണ്ടുവരും. അപ്പം നമ്മൾ പറയില്ല നിങ്ങളുടെ കുട്ടിക്ക് നോർമലായിട്ട് സ്കൂളിൽ പോകാൻ സാധിക്കും, ഇതിൻ്റെ ആവശ്യമില്ല പറഞ്ഞു കൊടുക്കും. ആവശ്യം ഉണ്ടെങ്കിൽ എന്താണ് ആവശ്യം, എവിടേക്കാണ് ആ കുട്ടിയുടെ സ്ട്രെങ്ത്, എവിടേക്കാണ് ആ കുട്ടീൻ്റെ ഡെഫിസിറ്റ്, അത് കണ്ടുപിടിച്ച് അസസ് ചെയ്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയാണ് കുട്ടീൻ്റെ കണ്ടീഷൻ, കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ചാലഞ്ചസ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യും, നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യും. ലൈക്ക് ഇങ്ങനത്തെയൊക്കെ ചാലഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. സോ യു കം ടു അവർ പ്രോഗ്രാം, വി വിൽ അഡ്രസ് ഇറ്റ് ബൈ സ്കൂൾ റെഡിനെസ് പ്രോഗ്രാം ആൻഡ് ഇഫ് തെറാപ്പി ആവശ്യമുണ്ടെങ്കിൽ തെറാപ്പി നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യും. ഇത് ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ, അതുപോലെ 1-to-1 സെഷൻസ് ആണോ, നിങ്ങൾ എങ്ങനെയാണ് ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത്? ഇത് ഓഫ്ലൈൻ പ്രോഗ്രാമാണ്. നമ്മുടെ ബോത്ത് മൂവാറ്റുപുഴ ആൻഡ് കൊച്ചി വൈറ്റില ബ്രാഞ്ചിലുണ്ടാകും. അതുപോലെ തന്നെ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണ്ടിയിട്ടുള്ള കുട്ടിയാണെങ്കിൽ ആദ്യം ഇൻഡിവിജ്വലി തെറാപ്പീസും തെറാപ്പറ്റിക് ഇൻ്റർവെൻഷൻസും കൊടുത്ത് ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ പിയർ ഗ്രൂപ്പിലിടും. ആ അതാണ് നമ്മളൊരു 2 months പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിയർ ഗ്രൂപ്പിൽ ഇടുമ്പോൾ കുട്ടി അവിടെ ഏകദേശം അവിടെ ഗ്രൂപ്പിലും എങ്ങനെയുണ്ട് ഗ്രൂപ്പിലെ ബിഹേവിയർ, കുട്ടിക്ക് സെൽഫ് എൻഗേജ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ, ഗ്രൂപ്പിൽ ജോയിൻ്റ് ആയിട്ട് അറ്റൻഷൻ തെറാപ്പിസ്റ്റിന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് കറക്റ്റായിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കും. എന്നുവെച്ചാൽ ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ, നമുക്ക് ഒരു നോർമൽ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന കുട്ടികൾക്ക് ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ചില സ്കിൽസ് ഡെഫിസിറ്റ് ആയിട്ട് വരുമ്പോൾ ശ്രദ്ധ ആയിക്കോട്ടെ, സംസാരം ആയിക്കോട്ടെ, ബിഹേവിയർ ചാലഞ്ചസ് ആയിക്കോട്ടെ, ഇതെല്ലാം വരുമ്പോൾ ആ കുട്ടികൾക്ക് ഈ ഒരു തെറാപ്പി വലിയൊരു ചേഞ്ചാണ് വരുത്തുന്നത്. ഇതൊരു ശരിക്കും ഒരു വലിയ ട്രാൻസിഷൻ വരുത്തും. ബിക്കോസ് ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്. ഇപ്പം നമുക്ക് ഒ പിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ സ്കൂളിൽ ഇപ്പം മിഡ് ഇയർ ഒക്കെ ആകുമ്പോൾ, അതായത് ഒരു ജൂണിൽ സ്കൂൾ തുറന്ന് ഒരു ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോൾ കുട്ടീനെ ആയിട്ട് വരും പേരൻസ്. എനിക്ക് ഓഗസ്റ്റ് ജൂലൈയിൽ നല്ല തിരക്കാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വരും 4 വയസ്സായിട്ട് LKG ചേർത്തു ഡോക്ടറെ, ടീച്ചേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾ 1 month എങ്ങനെയും പിടിച്ചിരുത്തി, പക്ഷേ ഇനിയിപ്പം പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വരുന്നു. അപ്പോൾ ഡോക്ടർ എങ്ങനെയും തെറാപ്പി കൊടുത്തത് സെറ്റാക്കണം. പക്ഷെ ആ കുട്ടികൾക്ക് മിസ്സാവുന്ന ഒരു 1 year ഉണ്ട്. മനസ്സിലായോ? ആ ജൂലൈ ഓഗസ്റ്റിൽ നമ്മുടെ തെറാപ്പിക്ക് വരുമ്പോൾ മേ ബി ഒരു 2-3 months ഒക്കെ എടുക്കാം. അപ്പോൾ 1 year ആണ് കുട്ടീനെ മിസ്സാവണത്.
പക്ഷെ നമ്മൾ അത് മുന്നേ ഫോർകാസ്റ്റ് ചെയ്ത് ആ കുട്ടീൻ്റെ ബിഹേവിയർ ചാലഞ്ചസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ ചാലഞ്ചസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചാലഞ്ചസ് ആയിക്കോട്ടെ, അത് അഡ്രസ്സ് ചെയ്ത് നമുക്ക് അത് ആ ഒരു പൊട്ടൻഷ്യലിനെ അൺലോക്ക് ചെയ്ത് ആ ഒരു റീച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് നോർമൽ സ്കൂളാണ് ആ കുട്ടിക്ക് ആ ഇയർ തന്നെ കിട്ടുന്നത്. അതുകൊണ്ട് അവരുടെ ടൈമാണ് അവിടെ സേവ് ആവുന്നത്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് എ വെയിറ്റ് ആൻഡ് സീ അപ്രോച്ച്, യു ഹാവ് ടു ഡു ഇറ്റ് ബിഫോർ. ശരിയാണ്. എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള ഒരു പ്രോഗ്രാമിനെ കുറിച്ചൊന്നും അധികം പേർക്ക് അറിയില്ല. അറിയാത്തത് കൊണ്ട് അപ്രോച്ച് ചെയ്യാത്തതായിരിക്കും. അപ്പൊ പേരൻസിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വരുന്ന മെയിൻ കൺസേൺസ് എന്തൊക്കെയാണ് ഈ ഒരു റെഡിനെസ് പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും? എങ്ങനെയാണ് അവർ എങ്ങനെ അത് അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ നമ്മുടെ ക്ലിനിക്കിലുള്ള പേരൻസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവർ ഭയങ്കര വാം വെൽക്കമിങ് ആണ്. ബിക്കോസ് അവരെല്ലാം ഇതിൻ്റെ ഒരു ഫേസസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്. സോ ദേ ആർ ടെലിങ് ഡോക്ടർ ഇസ് എ വെരി ഗുഡ് initiative from your side, so that is a very nice word which we can hear. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, നമുക്കും അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി നമുക്കും ഒരു ചെറിയ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നല്ലതാണെങ്കിൽ ഇറ്റ് വിൽ ബെനിഫിറ്റ് ദ ഫ്യൂച്ചർ ഓഫ് യങ് ജനറേഷൻ. ബിക്കോസ് നമ്മളെല്ലാം ജനറേഷൻ ഷേപ്പേഴ്സ് ആണ്. ഇപ്പം നമ്മുടെ ഷെയ്ഖ് ഹംദാൻ സെഡ് ഹൗസ് വൈഫ് അല്ല, ജനറേഷൻ ഷേപ്പർ ആണ് ടൈറ്റിൽ കൊടുത്ത പോലെ UAE. ബിക്കോസ് ആസ് എ ഡോക്ടർ ഇൻ ചൈൽഡ് ഡെവലപ്മെന്റ് ഓർ എ ടീച്ചർ, നമ്മളെല്ലാം ഫ്യൂച്ചർ ജനറേഷൻ ഷേപ്പേഴ്സ് ആണ്. അപ്പം നമ്മളാണ് ഈ കുട്ടികളുടെ, ഇപ്പം നമ്മുടെ തലമുറയിൽ വരുന്ന കുട്ടികളുടെ ഓരോ ചലഞ്ചസും നമ്മൾ മനസ്സിലാക്കി അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് കണ്ടുപിടിച്ച് അത് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഞാനാണെങ്കിലും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടത് എൻ്റെ കഴിവൊന്നും അല്ല. എന്നെ LKG UKG ഒക്കെ പഠിപ്പിച്ച് വന്ന് എന്നെ ഷേപ്പ് ചെയ്തെടുത്ത കുറേ ടീച്ചേഴ്സിൻ്റെ എഫേർട്ടിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ആണെങ്കിലും നമ്മുടെ ഈ ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഓരോ സ്കിൽസിലും എന്തൊക്കെയാണോ ഡെഫിസിറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അഡ്രസ്സ് ചെയ്യുക. അത് ചില പേരൻസ് ഉണ്ട് അത് മനസ്സിലാക്കി അവിടെ ഇരിക്കും. അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അതിനുള്ള പ്രോപ്പർ സൊല്യൂഷൻ എടുക്കണം, പ്രോപ്പർ സ്റ്റെപ്പ് എടുക്കണം. അതിനൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം, എന്നിട്ട് റൂൾ ഔട്ട് ചെയ്യാം. ചിലപ്പോൾ ആ കുട്ടിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ഹോം തെറാപ്പി പ്രോഗ്രാമോ അല്ലെങ്കിൽ ഹോമിൽ ചെറിയ ഇൻ്റർവെൻഷൻ പേരൻസിന് തന്നെ കൊടുക്കാൻ പറ്റുന്ന കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ ഭാവിയല്ലേ എളുപ്പമാവണത്. ഈ പേരൻസിൻ്റെ കൺസേൺസും പ്രശ്നമില്ല, പേരൻസിന് സമാധാനമായിട്ട് ജോലിക്ക് പോവോ വീട്ടിലിരിക്കുകയോ ചെയ്യാം. അതെ ശരിയാണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു ഗ്രേറ്റ് ഇനീഷ്യേറ്റീവ്. കാരണം ഇതൊരു സർവീസ് പോലെയാണ്. പല പേരൻസ് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര വറീഡാണ്. ഇത് എന്ത് ചെയ്യണം എന്നറിയാത്ത കുറേ പേര് കാണും. അപ്പോൾ എന്തെങ്കിലും ഒരു സക്സസ്ഫുൾ സ്റ്റോറി നിങ്ങൾക്ക് പറയാനുണ്ടോ? നിങ്ങളുടെ ഈ കുറേ ഫീഡ്ബാക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അതിൽ ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് ആക്ച്വലി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഇയറിൽ തന്നെ നമുക്കൊരു ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോൾ ബിഹേവിയർ ചാലഞ്ചസും സ്പീച്ച് ഡിലേ ഉള്ള കുട്ടികളുടെ ഒരു വൻ തിരക്കാണ് നമ്മുടെ ക്ലിനിക്കിൽ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ജൂണിൽ സ്കൂള് പറയും 1 month ഞാൻ നോക്കാം എന്നുള്ളൊരു ഗ്രേസ് പീരീഡ് പോലെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ബിഹേവിയർ ചാലഞ്ചസ് ആയതുകൊണ്ട് അത് കറക്റ്റ് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ മാറത്തില്ല. അതുപോലെ സ്കൂളിനെ നമുക്ക് പറയാൻ പറ്റില്ല. 10-30 പിള്ളേരുള്ള സ്കൂളിൽ എങ്ങനെയാണ് അവർക്ക് ഒരു കുട്ടീനെ മാത്രം ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നത്? അത് പോസിബിൾ അല്ലല്ലോ. പിന്നെ നമ്മളിപ്പോൾ UAE അല്ലെങ്കിൽ ഒരു ഫോറിൻ കൺട്രീസ്, ഈവൻ ഇൻ ഇന്ത്യയിലും ഷാഡോ ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ എത്ര പേരൻസിന് അത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും? അതും പോസിബിൾ അല്ല, എല്ലാവർക്കും പോസിബിൾ അല്ല. അപ്പോൾ അതിനെല്ലാം പകരം ഒരു പ്രൊവാക്റ്റീവ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ, ഒരു പ്രിവെൻറ്റീവ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കുട്ടിക്ക് ഒരു ചലഞ്ച് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് റെഡിയാക്കാം. ഇപ്പോൾ ഒരു സക്സസ് സ്റ്റോറി ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ഒരു കുട്ടീൻ്റെ പേരൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ തന്നത് ഞങ്ങളുടെ കുട്ടിക്ക് നല്ലൊരു ഭാവി മാത്രമല്ല, ഞങ്ങൾക്ക് വലിയൊരു സമാധാനമാണ്. തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ ആ പേരൻ്റ് വളരെ സന്തോഷത്തിലാണ് പറഞ്ഞത്. അതാണ് നമുക്ക് കിട്ടുന്ന ഗ്രേറ്റ് അവാർഡ്. അതെല്ലാം ആണ് നമ്മുടെ ഇൻസ്പയറിംഗ് വേർഡ്സ് ടു മൂവ് ഫോർവേഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റ്, ആസ് വെൽ ആസ് we have to thinking we want to put something else, ഒരു എക്സ്ട്രാ കൊടുക്കണം എന്ന് തോന്നിയിട്ടാണ് ഇങ്ങനെ ഒരു സ്കൂൾ റെഡിനെസ് പ്രോഗ്രാം 2026 നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ സ്കൂൾ റെഡിനെസ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞു April May സമയത്ത് നിങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതല്ല ഈ ഓഗസ്റ്റ് സമയത്ത് വന്നു അല്ലെങ്കിൽ മറ്റ് മാസങ്ങളിൽ നമുക്കിത് കേട്ടറിഞ്ഞിട്ടൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ അപ്പോൾ നിങ്ങളത് എങ്ങനെയാണ്? 1 month പ്രോഗ്രാം ആണോ, അത് എങ്ങനെയാണ്? അത് വീക്കെൻഡ്സിലാണോ? അങ്ങനെയുള്ള സമർ വെക്കേഷൻ അല്ലാത്ത സമയങ്ങളിൽ എങ്ങനെയായിരിക്കും? ആക്ച്വലി നമ്മൾ തെറാപ്പിയുടെ
ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഈ സ്കൂൾ റെഡിനെസ് പ്രോഗ്രാമിനെ ഷോർട്ട് പിയർ ഗ്രൂപ്പിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് അവർ ക്ലിനിക് വി യൂസ് ടു ഡു ദാറ്റ്. ബട്ട് ഇപ്പോൾ ഇത് നമ്മളൊരു ബിക്കോസ് എന്താ പറയുക, ടോക്ക് ഓഫ് ദ ടൗൺ എന്നൊക്കെ പറഞ്ഞ പോലെ ഈ സെൻറ്റർ ഓഫ് ദ ടൗണിൽ ഇത് ആവശ്യം ഇത്രയും എമർജൻസി ആയിട്ട് നീഡ് ഓഫ് ദ ടൗൺ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്താണെങ്കിലും ജൂണിലാണ് കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്നത്, ഏപ്രിൽ മെയിൽ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ദാറ്റ് ഒരു LKG പോകുന്ന കുട്ടികൾക്ക് വളരെ ഹാപ്പി ആയിട്ട് പുതിയ സ്കൂൾ ബാഗും പുതിയ ഷൂസും യൂണിഫോമും പോലെ തന്നെ ഒരു ക്ലിയർ മൈൻഡ് സെറ്റും വളരെ സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള മക്കളെ നമുക്ക് വിടാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതാണ് മെയിനായിട്ട്. അല്ലാതെയും ഇപ്പോൾ NRI കുട്ടികളൊക്കെ വരാറുണ്ട്. എന്നുവെച്ചാൽ അവിടെ മിക്ക ചെറിയ ചെറിയ ഇഷ്യൂസും അഡ്രസ്സ് അവർ ചെയ്യും. അതായത് ഇപ്പോൾ ഒരു കുട്ടി ക്ലാസ്സിലൊട്ടും ഇരിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ അപ്പം തന്നെ പേരൻസിനെ വിളിച്ചിട്ട് പറയും ഞങ്ങൾക്ക് ഈ കുട്ടീനെ ഇത് ടേക്ക് കെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ ഏതർ ഒരു ഷാഡോ ടീച്ചറിനെ വെക്കുക അല്ലെങ്കിൽ സ്കൂൾ മാറ്റുക എന്നുള്ളത്. അപ്പോൾ ചില പേരൻസിനെങ്കിലും ഷാഡോ ടീച്ചറിനെ വെക്കുക എന്നുള്ളത് അഫോർഡ് ചെയ്യാൻ പറ്റാതെയൊക്കെ വരുമ്പോൾ ദേ വിൽ കം ബാക്ക് ടു ഇന്ത്യ ഓർ ലൈക്ക് ദാറ്റ്. NRI ഫാമിലിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ട് തെറാപ്പി എടുത്ത് അതുപോലെ തന്നെ നമ്മൾ ഈ സ്കൂൾ റെഡിനെസ് പ്രോഗ്രാം ഒക്കെ ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി നമ്മൾ തിരിച്ചു വിട്ട്, അതെല്ലാം ഒരു സക്സസ് സ്റ്റോറീസ് ആണ്. തിരിച്ചു വിട്ട് അവിടെ അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോൾ പേരൻസ് തന്നെ വിളിക്കും, ഡോക്ടറെ അഡ്മിഷൻ കിട്ടി, അവിടെ സെറ്റായി, മോൻ അല്ലെങ്കിൽ മോള് നന്നായിട്ട് പോകുന്നുണ്ട്, നന്നായി സംസാരിക്കുന്നുണ്ട്, അവിടെ ഉപദ്രവമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇരിക്കുന്നുണ്ട്, ടീച്ചറിനെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ റീസെൻ്റ്ലി ഒരു കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 4 years ബിഫോർ നമുക്ക് വന്നൊരു കുട്ടി, ഇവിടെ കേരളത്തിൽ വന്ന കുട്ടി ഇപ്പം 2ാം ക്ലാസ്സിലായി, ഇപ്പം ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യും. അവർ എല്ലാ കാര്യങ്ങളും ഓരോ കുട്ടികളുടെ പേരൻസ് അവരുടെ മൈൽ സ്റ്റോണൊക്കെ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യും. അപ്പം നമുക്ക് വളരെ ഹാപ്പിയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. നമ്മൾ ഒരു ചെറിയൊരു സ്റ്റെപ്പാണെങ്കിലും ആ കുട്ടികളുടെ ലൈഫിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഞങ്ങളുടെ ലോഗോ തന്നെ ഒരു ഹാൻഡാണ്. Because it's a handprint. What we believe is that we are touching every hand. We are touching every child with our hands. അപ്പൊ അങ്ങനെ ഒരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ലോഗോ തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്യണത്. ശരിയാണ്, കാരണം ഇതൊരു സർവീസ് പോലെ എനിക്കിത് കേട്ടിട്ട് തോന്നുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങളൊരു ചെറിയ ടൈനി സ്റ്റെപ്പ് ആണെങ്കിലും പേരൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റിലീഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു പേരൻറ്റ് ഒരു കുട്ടീനെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യും ഈ കുട്ടിക്ക് 2 weeksന്റെ പ്രോഗ്രാം മതിയാവും അല്ലെങ്കിൽ ഇത്ര ദിവസം മതി, അങ്ങനെ ചാർട്ട് ചെയ്യാൻ പറ്റുമല്ലേ? കസ്റ്റമൈസ് ചെയ്തിട്ട് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ചില കുട്ടികൾക്ക് ഇപ്പം ഇൻഡിവിജ്വൽ തെറാപ്പീൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു പിയർ ഗ്രൂപ്പിൽ ചിലപ്പോൾ ഗ്രൂപ്പിലെ ബിഹേവിയറിലായിരിക്കും കുറച്ച് കൺസേൺസ് ഉള്ളത്. കോപ്പറേറ്റീവ് പ്ലേ ഉണ്ടാവില്ല, സർക്കിൾ ടൈമിൽ ഇരിക്കാൻ പറ്റില്ല, ഷെയർ ചെയ്യുന്നുണ്ടാവില്ല, അങ്ങനെ പിന്നെ ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ഉണ്ടാവും. അല്ലെങ്കിൽ കുട്ടികൾക്ക് മറ്റു കുട്ടികളുടെ സാധനങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുക, കുറച്ച് അഗ്രസീവ് ബിഹേവിയർ ഉണ്ടാവും, മറ്റു കുട്ടികൾ ഉപദ്രവിക്കുക, അങ്ങനത്തെയൊക്കെ കുറച്ച് കൺസേൺസ് ഉള്ളപ്പോൾ അത് പിയർ ഗ്രൂപ്പിൽ. പിന്നെ ചില കുട്ടികളുണ്ട് സെൽഫ് എൻഗേജ്മെൻറ്റ് സ്കിൽ ഉണ്ടാവില്ല ഗ്രൂപ്പ്, അതെന്ന് വെച്ചാൽ ഇങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് നമുക്കൊരു ഗ്രൂപ്പ് തെറാപ്പിയൊക്കെ ഒരു 1 month ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെറ്റായിട്ട് നമുക്ക് പോകും. പിന്നെ സ്കൂളിലും നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ടാപ്പർ ചെയ്ത് വരാ ചെയ്യണം. നമ്മളിപ്പം ഒരു ഇൻറ്റൻസീവ് തെറാപ്പി ഇനിഷ്യലി കൊടുത്തിട്ട് പതിയെ ടാപ്പർ ചെയ്ത് അവരുടെ ഒരു നാച്ചുറൽ എൻവയോൺമെൻറ്റിലേക്ക് ആ കുട്ടികളെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ കൊടുക്കുന്ന ABA തെറാപ്പിയാണ്. ഈ ABA തെറാപ്പി ലൈക്ക് വേറെ ഒരു കൺവെൻഷണൽ ട്രഡീഷണൽ തെറാപ്പി പോലെ അല്ല. അതിൽ 3 സ്റ്റെപ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഒന്ന്, നമ്മൾ ഏത് ബിഹേവിയർ, അതായത് ഏത് സംസാരം ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിഹേവിയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികളുടെ സെൽഫ് ഹെൽപ്പ് സ്കിൽ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ആദ്യം ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കും, അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പറയാം. രണ്ടാമത് അത് മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കും. അവർ പഠിപ്പിച്ച കാര്യം നമ്മൾ അത് ഓർക്കുന്നുണ്ടോ, നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിലും നമ്മൾ പിന്നെ ട്രെയിനിങ് കൊടുക്കാതെയും അവരത് ഓർത്ത് ചെയ്യുന്നുണ്ടോ എന്നുള്ള മെയിൻ്റനൻസ്. മൂന്നാമത് ജനറലൈസേഷനാണ്. അതായത് ക്ലിനിക്കിൽ മാത്രമല്ല, കുട്ടികളുടെ കമ്മ്യൂണിറ്റിയിലായിക്കോട്ടെ, കുട്ടികളുടെ വീട്ടിലായിക്കോട്ടെ, കുട്ടികൾ പോകുന്ന സ്ഥലത്തായിക്കോട്ടെ, കുട്ടികളുടെ സ്കൂളിലായിക്കോട്ടെ, വേറെ ഹോസ്പിറ്റൽസിലായിക്കോട്ടെ, വേറെ ഏത് എൻവയൺമെൻറ്റിലും ഈ കുട്ടി ഇത് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തും. അതാണ് ABA തെറാപ്പി ഇത്ര യുണീക്കായിട്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അതാണ് നമ്മുടെ ക്ലിനിക്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് ബീങ് ഐ ക്യാൻ സേ ഇറ്റ് വെരി പ്രൗഡ്ലി ആൻഡ് അവർ ടീം ഈസ് ഓൾസോ ഡൂയിങ് എ വെരി ഗുഡ് ജോബ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട്
നല്ല റിസൾട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ. ഈ പേരൻസിന് കുട്ടികളെ വിടണോ വേണ്ടയോ, സ്കൂൾ റെഡിനെസ് പ്രോഗ്രാമിന് വിടണോ വേണ്ടയോ എന്ന് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന പേരൻസിന് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ? സ്കൂളിലേക്ക് പോകാൻ റെഡിയാണോ, എൻ്റെ കുട്ടി സ്കൂളിലേക്ക് പോകാൻ റെഡിയാണോ എന്ന് കൺഫ്യൂഷനുള്ള പേരൻസിന് ഡോക്ടർ ഭീമ ക്ലിനിക് ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഫ്രീ സ്ക്രീനിങ് ആണ് കൊടുക്കുന്നത്. യാ, സോ അവർക്കത് എന്താണ് അവരുടെ കൺസേൺ, ഇവനൊരു സ്ലൈറ്റ് കൺസേൺ ആണെങ്കിൽ പോലും അത് നമ്മൾ അഡ്രസ്സ് ചെയ്യും. എന്നിട്ട് ചിലപ്പോൾ ആ കുട്ടികൾക്ക് സ്കൂൾ റെഡിനെസ് പ്രോഗ്രാമിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, തെറാപ്പീൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പം നമ്മളത് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ കൺസേൺ ഒന്നും ആവണ്ട, നിങ്ങൾ സ്കൂളിൽ വിട്ടോളൂ, എന്നിട്ട് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ തിരിച്ച് വന്നാൽ മതി, അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ബീങ് വെരി നൈസ്, ഓക്കെ ടോക്കിംഗ് ടു യു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത് നൈസായിട്ട് എൻഡ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ചലഞ്ചസ് കറക്റ്റായിട്ട് അവർ പറയുന്ന കൺസേൺസ് ആ കുട്ടീൻ്റെ ഭാവിനെ ചലഞ്ച് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കും. എപ്പോഴും ഐഡൻറ്റിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ. ആരും മടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. അതൊരു സോഷ്യൽ സർവീസായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഫ്രീ സ്ക്രീനിങ് കൊടുക്കുന്നത്. ബിക്കോസ് പേരൻസിന് കൺസേൺസ് ഉണ്ടാവാം അവരുടെ കുട്ടിയിൽ. ചിലപ്പം അവരുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ വേറെ സോഷ്യൽ ബാരിയേഴ്സോ എന്തെങ്കിലും കാരണം അവർക്ക് ചിലപ്പം നമ്മളെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. സോ ദാറ്റ് വി ആർ ഗിവിംഗ് ഫ്രീ സ്ക്രീനിങ് ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ. ഗ്രേറ്റ്. ഓക്കെ. So they can just come to us, ping us in our Dr. Bhima clinic. They can contact us. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും, അവരുടെ കൺസേൺസ് നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനേഴ്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് അവരുടെ അടുത്ത് ചോദിക്കും. അങ്ങനെ എന്തെങ്കിലും നമ്മൾ റൂൾ ഔട്ട് ചെയ്യുകയാണെങ്കിൽ വി വിൽ ആസ്ക് ടു കണ്ടിന്യൂ ഓർ ജസ്റ്റ് നമ്മളെപ്പോഴും അവർക്ക് ഇപ്പം ഞാനിവിടെ ഇരുന്ന് എത്ര പറഞ്ഞാലും ചിലപ്പോൾ ചില കുട്ടികളുടെ യുണീക്കായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും, അത് ഞാൻ മിസ് ഔട്ട് ചെയ്ത് പോകുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഡോക്ടർ ഭീമ ക്ലിനിക് ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കൂൾ റെഡിനെസ് പ്രോഗ്രാമിന് വരുന്ന ഓരോ കുട്ടികൾക്കും ഫ്രീ സ്ക്രീനിങ് കൊടുക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഈവൻ ഇഫ് പേരൻസിന് അറിയില്ലെങ്കിൽ കൂടെ അവിടെ അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓഫ്ലൈനും ഓൺലൈനും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ദൂരെ നിന്നൊന്നും അവർക്ക് ട്രാവൽ ചെയ്ത് വരേണ്ട ആവശ്യമില്ല. ഓൺലൈനായിട്ട് നമുക്ക് ഒരു സ്ക്രീനിങ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കൺസേൺസ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവർക്ക് വന്നാൽ മതിയല്ലോ. ഇപ്പോൾ ഒരു കുട്ടി ക്ലാസ് എൻവയോൺമെൻറ്റിൽ കൃത്യമായിട്ട് ഇരിക്കുമോ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ കുട്ടിക്ക് വേണ്ട ഒരു സ്കില്ല് എന്താണെന്ന് നമുക്ക് പറയാം. കുട്ടി ഒരു 4 വയസ്സുള്ളൊരു കുട്ടിയാണ് LKG പോകുന്നതെങ്കിൽ അത്യാവശ്യം ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കണം. ടീച്ചറിനെ ഒന്ന് ശ്രദ്ധിക്കണം. അത്യാവശ്യം പേര് വിളിച്ചാൽ ആ കുട്ടിക്ക് മനസ്സിലാവണം, കുട്ടീൻ്റെ പേരാണ് ടീച്ചർ വിളിക്കുന്നത് എന്ന് മനസ്സിലാവണം. അതുപോലെ തന്നെ കുട്ടി ആ ടീച്ചറിന് ഒരു ഐ കോണ്ടാക്റ്റ് കൊടുക്കണം, അതായത് മുഖത്ത് നോക്കണം. അതുപോലെ ടീച്ചർ പറയുന്ന കാര്യം കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, അതുപോലെ അക്സെപ്റ്റ് ചെയ്യാനും സാധിക്കണം. പിന്നെ കുട്ടിക്ക് ടീച്ചർ പറയുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് കുട്ടീനെ ഓക്കെയാണ്. ഈ ഒരു സ്കൂൾ റെഡിനെസ് പ്രോഗ്രാമിന് നിങ്ങളപ്പോൾ ടീച്ചേഴ്സും സ്കൂൾസായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മളെല്ലാവർക്കും അവയർനെസ് ക്യാമ്പയിൻസ് കൊടുക്കുന്നുണ്ട്. അതായത് പ്രീ സ്കൂളിലായിക്കോട്ടെ സ്കൂളുകളിലായിക്കോട്ടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലൈക്ക് കൊളാബറേഷൻ അല്ല, നമ്മൾ അവയർനെസ് ഷെയറിങ് ചെയ്യുന്നുണ്ട്. സോ ഇഫ് they have like that children of those concerns, they can come to us. എനിക്ക് തോന്നുന്നു എല്ലാ സ്കൂളിലും നിങ്ങളത് അറിയിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ അവയർനെസ് ക്യാമ്പയിൻസ് നമ്മൾ പോകുന്നുണ്ട്. ബിക്കോസ് ഇതെപ്പോഴും ഒരു സോഷ്യൽ നീഡാണ്, ഒരു സൊസൈറ്റിക്ക് നീഡായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ പേരൻസ് ആണെങ്കിലും എല്ലാവരും ബിസി സ്കെഡ്യൂളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പേരൻസാണ്. ബിക്കോസ് 2 അറ്റവും കൂട്ടണമെങ്കിൽ 2 പേരും വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. നമുക്കൊരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ആ കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, ആ കുട്ടികളുടെ ടൈം വേസ്റ്റ് ആക്കാതെ ഒരു ബെറ്റർ ഫ്യൂച്ചറിലേക്ക് അവരെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ദൈവം എല്ലാ മക്കൾക്കും ഓരോരോ രീതിയിലാണ് പൊട്ടൻഷ്യൽ കൊടുത്തിട്ടുള്ളത്. ആ പൊട്ടൻഷ്യലിലേക്ക് റീച്ച് ചെയ്യിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഇതിൻ്റെ ഒരു വലിയൊരു നീഡായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും, നന്നായിട്ട് മറ്റു കാര്യങ്ങൾ കളറടിക്കാനും സ്പോർട്സിലും ആർട്സിലും എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ബിഹേവിയറൽ സ്പീച്ച് ഈ കൺസേൺ കാരണം ഇവർക്ക് ഒരു മെയിൻ സ്ട്രീം സ്കൂൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ, ഇവൻതോ അത് സ്പെഷ്യൽ സ്കൂളിൽ പോകേണ്ട ഒരു കേസ് അല്ലെങ്കിൽ പോലും
ഇതെല്ലാം കുട്ടികളെ പോലെ തന്നെ പേരൻസിനും വലിയൊരു വറി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഞാനും ഓർക്കുമ്പം അവിടെയല്ല അവർ പോകേണ്ടത്, അവർക്കൊരു മെയിൻ സ്ട്രീമിൽ പോകണം. അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേ? വാട്ട് വി ക്യാൻ ഡു, വാട്ട് സ്റ്റെപ്പ് വി ഷുഡ് ടേക്ക് ഫോർ ദം. ഇറ്റ്സ് നോട്ട് ഫോർ us, ഇറ്റ്സ് ഫോർ ദം. തീർച്ചയായിട്ടും ശരിയാണ്. കാരണം പേരൻസിന് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നുള്ളത് തീർച്ചയായിട്ടും ഭയങ്കര ഒരു കൺസേൺ ആയിരിക്കും. അയ്യോ എൻ്റെ കുട്ടീനെ അങ്ങനെ വിടണോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ചിലപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നിങ്ങളൊരു റെഡിനെസ് പ്രോഗ്രാം എടുത്ത് അത് ഐഡന്റിഫൈ ചെയ്ത് അത് നിങ്ങൾക്ക് തന്നെ അത് മാറ്റി പറ്റും. അതെ, അതിന്റെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഒരു ക്യാപ്സ്യൂൾ റെമഡി പോലെയൊക്കെ എനിക്ക് തോന്നുന്നത് കേട്ടിട്ട്. ഉറപ്പായിട്ടും ഒരു ശരിക്കും പറഞ്ഞാൽ പേരൻസിന് ഒരു വലിയ ഒരു റിലീഫ് പ്രോഗ്രാമാണ്. ഇപ്പൊ എനിക്ക് 2 മക്കളുണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ മക്കളിലും ഞാൻ ഇപ്പൊ എൻ്റെ മോളെ സ്കൂളിൽ വിടുമ്പം എനിക്ക് എത്ര കൺസേൺസ് ഉണ്ടാവും. അവൾ അവിടെ പോയാൽ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, അത്യാവശ്യം ശ്രദ്ധിക്കുമോ, ടീച്ചർ പറയുന്നത് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുമോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമോ, ബാത്റൂമിൽ പോകുമോ, ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടെ ഓടും. മറ്റു കുട്ടികൾ എൻ്റെ മോളെ ഉപദ്രവിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ മോള് മറ്റു കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുമോ എന്നെല്ലാം നമ്മൾ ചിന്തിക്കൂലേ. നമുക്ക് എന്തോ ഒരു കൺസേണാ. ഇപ്പോൾ ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ മോൻ ഫസ്റ്റായിട്ട് ക്ലാസ്സിൽ പോയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10 times എങ്കിലും ഞാൻ ടീച്ചറിനെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ എൻ്റെ മോൻ, ഓക്കെ ആണോ? ബിക്കോസ് ആസ് എ പാരന്റ് ഇറ്റ്സ് ഓൾവേസ് ആൻഷ്യസ് അബൌട്ട് അവർ ചിൽഡ്രൻ. തീർച്ചയായിട്ടും അത് നമുക്ക് എത്ര ആൻഷ്യസ് അല്ല പറഞ്ഞാലും, എസ്പെഷ്യലി എ മദർ. ബിക്കോസ് എത്ര ചൈൽഡ് ഡെവലപ്മെന്റ് ബിഹേവിയർ അനലിസ്റ്റാ പറഞ്ഞാലും നമ്മളൊരു മദർ ആവുമ്പോൾ നമ്മൾ ഭയങ്കര ആൻഷ്യസ് ആണ് നമ്മുടെ മക്കളുടെ ഓരോ ഡെവലപ്മെന്റും, ഓരോ ചെറിയ കാര്യങ്ങളും. വി വിൽ ജസ്റ്റ് മൈന്യൂട്ട്ലി ലുക്ക് ഇൻ ടു ദാറ്റ്. അപ്പൊ എത്ര ആൻസൈറ്റി നമുക്കുള്ള, എത്ര സ്ട്രെസ്സാ. ഇപ്പൊ ഞാൻ ക്ലിനിക്കിൽ ഇരുന്നിട്ടായിരിക്കും, എന്നിട്ട് ടീച്ചർ തന്നെ വയ്ക്കും ഡോക്ടർ ഇത്ര സമയമുണ്ടോ. പക്ഷെ ഞാൻ ഇപ്പൊ നമ്മുടെ എന്തോ ഒരു സമയം ഇല്ലെങ്കിൽ ഞാൻ വിളിക്കും, മോനെ ഓക്കെ ആണോ, അവൻ ഭക്ഷണം കഴിച്ചോ, അവൻ ടീച്ചർ പറയണൊക്കെ ശ്രദ്ധിച്ചോ, അവൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, അവൻ പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും ഞാൻ. ബിക്കോസ് അതെനിക്കറിയാം, ആ ഒരു മദറിൻ്റെയോ അല്ലെങ്കിൽ പാരന്റിൻ്റെയോ ഒരു കൺസേൺ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് ഐ ആം എ മദർ. അതാണ് ഞാൻ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ ടീം അഡ്രസ് ചെയ്യുന്നത് അതാണ്. ബിക്കോസ് ഓൾവേസ് എ ഹാപ്പി പാരന്റ് മേക്സ് എ ഹാപ്പി ചൈൽഡ്. ഇപ്പോൾ ഷാഡോ ടീച്ചേഴ്സിന്റെ കാര്യമാണെങ്കിലും അവർ എല്ലാ തരത്തിലും ഒരു കുട്ടീനെ ഹെൽപ്പ് ചെയ്യാണ്. കാരണം ആ കുട്ടിക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഇല്ലാതെ വരുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അങ്ങനെയുള്ള ഒരു കുട്ടീനെ, അങ്ങനെ ഷാഡോ ടീച്ചറിന്റെ കൂടെ നിന്നിട്ടുള്ള ഒരു കുട്ടീനെ തന്നെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കുട്ടീനെ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുമോ, ഇൻഡിപെൻഡൻ്റ് ആക്കാനായിട്ട്? ഒരു ഇൻഡിപെൻഡൻ്റ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കും, ബേസ്ഡ് ഓൺ ദെയർ സിവിയറിറ്റി. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് എ മൈൽഡ് കേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവരുടെ ഒരു ഓവറോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്ത് അവർ ഇൻഡിപെൻഡൻ്റ് ആക്കി ഒരു സോഷ്യൽ സിഗ്നിഫിക്കൻറ്റ് ബിഹേവിയർ ഒക്കെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന്, അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ, ഇമോഷണൽ, കൊഗ്നീറ്റീവ് ഇങ്ങനത്തെ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ആ കുട്ടികൾക്ക് കൂടുതലായിട്ട് കുട്ടികളുടെ സ്പീച്ച് വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, അത്യാവശ്യം നന്നായിട്ട് ബിഹേവ് ചെയ്യുക, സോഷ്യലി എൻവയൺമെൻറ്റിൽ ബിഹേവ് ചെയ്യാനും, അതുപോലെ തന്നെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനും, ഒരാളുകൾ കൊടുക്കുന്ന ഡിമാൻഡ്സും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് വരാനും. ചില മെയിനായിട്ട് ഒരു കുട്ടി ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്, ഒരു സ്മോൾ ഇയർലി ഇയേഴ്സിൽ മിക്ക ടീച്ചേഴ്സും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ടോയ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടി അവിടെ ഇരുന്ന് കളിക്കും. പക്ഷെ എപ്പോഴും നമുക്ക് കളിപ്പിക്കാൻ പറ്റില്ല. ആ ടോയ് തിരിച്ചു വാങ്ങുമ്പം ആ കുട്ടിക്ക് അവിടെ ബിഹേവിയർ ഡോക്ടറേന്ന് ചില ആ ട്രാൻസിഷൻ കുട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ബിഹേവിയേഴ്സിനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്ത് ഗോൾസ്, ബിഹേവിയർ തെറാപ്യൂട്ടിക് ഗോൾസ് ഒക്കെ, ഇൻ്റർവെൻഷൻസ് ഒക്കെ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പോൾ ഈ കുട്ടികൾക്ക് നല്ലൊരു ഓവറോൾ സ്കിൽ ഡെവലപ്മെൻറ്റാണ് വരുന്നത്. അങ്ങനെ മൈൽഡ് കേസസ് ഒക്കെ ആണെങ്കിൽ വിത്തൗട്ട് എനി ഷാഡോ ടീച്ചർ ഈ ഒരു സ്കൂൾ റെഡിനെസ് പ്രോഗ്രാമിലൂടെ അവർക്കൊരു നോർമൽ സ്കൂൾ എൻവയൺമെൻറ്റിൽ പോകാൻ സാധിക്കും. ബട്ട് ലൈക്ക് എ ഡിസ്ക്ലൈമർ ഓൾസോ ഐ വാണ്ട് ടു സേ ദാറ്റ് മോഡറേറ്റ് ടു സിവിയർ ലെവലിലെ കുട്ടികൾക്കാണെങ്കിൽ അത് സാധിക്കില്ല. ബിക്കോസ് ചിലപ്പോൾ അവർക്ക് ഷാഡോ ടീച്ചറിൻ്റെ ആവശ്യം ഉണ്ടാവാം. പക്ഷെ അതിൻ്റെ തോത്, ഫ്രീക്വൻസി, ഹൗ ഓഫൺ ദേ ആർ മേക്കിംഗ് യൂസ് ഓഫ് ഇറ്റ്, അല്ലെങ്കിൽ അവരെ നമുക്ക് പതിയെ ഗ്രാജ്വലി ഇവൻച്വലി നമുക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് ലെവലിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. യെസ് ഓക്കെ. അപ്പം മൊത്തത്തിൽ എനിക്കിത് കേട്ടിട്ട് ശരിക്കും ഒരു ഗ്രേറ്റ് ഇനീഷ്യേറ്റീവ് എന്ന് വിത്തൗട്ട് എനി ഡൗട്ട്സ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഡോക്ടർ ഭീമ ക്ലിനിക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ള, ഞാൻ നേരത്തെയും പറഞ്ഞു, ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത്. ഒരുപാട് പേരൻസിന് ഇത് കേട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ വളരെ റിലീഫായിരിക്കും. കാരണം നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകാൻ റെഡിയാണോ, അവരവിടെ പോയിട്ട് എന്തൊക്കെയാണ് കാണിക്കാൻ പോണത് എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ് പേരൻസിനെ സംബന്ധിച്ചിടത്തോളം. എസ്പെഷ്യലി ഇന്നത്തെ ഒരു ന്യൂക്ലിയർ ഫാമിലി അല്ലെങ്കിൽ വളരെ ന്യൂക്ലിയസ് ആയിട്ടുള്ള ഫ്ലാറ്റഡ്
ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നു, അല്ലെങ്കിൽ പുറത്തധികം പോകുന്നില്ല, പിയർ ഗ്രൂപ്പ് ഇതൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് വളരെ വലിയൊരു ടെൻഷൻ തന്നെയാണ് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർ ഭീമ ക്ലിനിക്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെ ഒരു ഫ്രീ സ്ക്രീനിങ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്രീ സ്ക്രീനിങ് നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കുട്ടികളുടെ പ്രശ്നം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഡോക്ടർ ഭീമ ക്ലിനിക്കിൻ്റെ ഒരു ഫൗണ്ടർ ആൻഡ് ചീഫ് കൺസൾട്ടൻ്റ് ആയ ഡോക്ടർ ഭീമ ഷാജിയാണ് നമ്മുടെ ഒപ്പം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. തീർച്ചയായിട്ടും ഒരുപാട് പേരൻസിന് വളരെ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിലേക്ക് വരാനും അവരുടെ കുട്ടികളുടെയൊക്കെ ഭാവി അവർ സ്വപ്നം കാണുന്ന രീതിയിൽ പൂവണിയാനൊക്കെ സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. Thank you so much for your all the wishes. As Dr. Bhima Clinic, we always believe that every child is special. Indeed. Thank you. Welcome.